ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. രാവിലെ എണീച്ചത് വർക്കിന് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. 7:45 സമയം. അപ്പോൾ ഞാൻ നേരെ വർക്കിന് പോവാ, സൈറ്റിലേക്ക് പോവാം. അപ്പോൾ അതിന് മുമ്പ് സൈറ്റിലത്തെ വീഡിയോ ഞാൻ ഓൾറെഡി വേറെ ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇന്നൊരു ലേശം സമയം അധികം കിട്ടിയിട്ടുണ്ട്. 8:45 പോയാൽ മതി. അപ്പോൾ അതിങ്ങനെ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നത്, കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സ്ഥിരം സാധനം. ടച്ച് ഡ്രിങ്ക്സും കാര്യങ്ങളൊന്നുമില്ല. അതായത് അച്ചാറും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്തില്ല കഞ്ഞിക്ക്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ വല്യമ്മ ചെറുതായിട്ടൊന്ന് വീണ് അതിനൊരു വയ്യായി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ കട്ടിലും കാര്യങ്ങളൊക്കെ മാറ്റി ഉമ്മാക്ക് ഹോസ്പിറ്റലൈസ് ആയിട്ട് കിടക്കാൻ പറ്റുന്ന രീതിക്കുള്ള കട്ടിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്, അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്തായാലും ഞാൻ നമുക്കൊന്ന് കാണിച്ചു തരാം. അത് കാണിച്ചു തന്നിട്ട് വേണം എനിക്ക് പോവാൻ. അപ്പം ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ. ബെഡൊക്കെ നമ്മളെടുത്ത് മാറ്റി, ബെഡും അതുപോലെ തന്നെ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മളിപ്പോൾ എന്താക്കി, ഹോസ്പിറ്റൽ സൈസ് കട്ടിലുണ്ടാക്കി. കാരണം കട്ടിലിൻ്റെ ഹൈറ്റ് ഭയങ്കര പ്രശ്നമാണ്. നടുവിന് ഭയങ്കര പെയിന് കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമ്മളത് ഒഴിവാക്കിയിട്ട് നമ്മളിങ്ങനെ ആക്കി പരിപാടി. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സാധനം ഒരു ബൗളാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഈ ബൗളിലേക്ക് എയർ നിറഞ്ഞിട്ട് നമ്മളെ എന്താ പറയുക, നടു ബാലൻസ് ആവുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ സെറ്റപ്പ്. അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെന്തായാലും ഇതിങ്ങനെ നമ്മൾ 24 hours ഇങ്ങനെ ചാർജ് ചെയ്തിടണം. 24 hours ഇതിങ്ങനെ കുത്തിയിട്ട് അതിൽ നിന്നുള്ള മാക്സിമം പവറിൽ ഇങ്ങനെ ചാർജ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടേയിരിക്കണം. അതിങ്ങനെ കയറുന്ന സമയത്ത് ഈ കാണുന്ന ബൗള് വീർത്ത് വരികയാണ് ചെയ്യുന്നത്. അത് നമ്മൾ നടുവിന് പ്രൊട്ടക്റ്റ് ആയിട്ട് കിട്ടുന്ന രീതിക്കാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഉള്ളത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഇന്നത്തെ അവസ്ഥ. വല്യമ്മൻ്റെ നടുവിനും കെട്ടുണ്ട്, കാലിൻ്റെ മുട്ടിനും കെട്ടുണ്ട്, രണ്ട് ഭാഗത്തും കെട്ടുണ്ട്. എങ്ങനെയുണ്ട്? വേദന ഉണ്ടമ്മ? ഗുളിക ഒരു നല്ലോണം കുടിക്കേ. ഞാൻ പൊട്ടെന്നാല് ഇത് നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ലോക്ക് ചെയ്യാനും പറ്റുന്ന ടൈപ്പാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് എന്താ പറയുക, ഇവിടെ കിടത്തിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മാനെ, ഇവിടെ എക്സ്റ്റൻഷൻ ബോർഡില്ല. എക്സ്റ്റൻഷൻ ബോർഡ് ഉണ്ടായിരുന്നത് ഞാൻ സൈറ്റിൽ കൊണ്ടുപോയി വെച്ചിട്ട് എനിക്കത് നാശമായി പോയി അത്. അപ്പോൾ ഇത് കുത്തി എപ്പം ചാർജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, എന്നാലാണ് ഈ സാധനത്തിൻ്റെ കറക്റ്റ് വർക്കിംഗ് നമുക്ക് കിട്ടുള്ളൂ. കണ്ടോ, ഇപ്പോൾ ഈ ഒരു ബോക്സ് ഇപ്പോൾ ഫില്ലായി. ഇപ്പോൾ അപ്പുറത്തെ ഓട്ടോമാറ്റിക്കായിട്ട് അതിലത്തെ എയർ പോയിട്ട് ഇതിലേക്ക് നിറയും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്നാണ് പറയുന്നത്. അതായത് നടു ബാലൻസ് ആയിട്ട് നിൽക്കാനും ബ്ലഡ് സോറ് കാര്യങ്ങൾ വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതാണ്. അങ്ങനെ വെക്കണം എന്ന് പറഞ്ഞത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബ്ലഡ് സോറും കാര്യങ്ങളൊന്നും വരില്ല. മറ്റേതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് കിടക്കുന്ന സമയത്ത് അത് നമ്മളെ നട്ടലിനെ ബാധിക്കാനും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ബാധിക്കാനൊക്കെ കാരണമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഒഴിവാക്കിയിട്ട് ഇങ്ങനെയാണ് ഇന്ന് വെച്ചിട്ടുള്ളത്. എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞതേ, ഇപ്പൊ കെട്ടാനും അയാൾ വരുമ്പോ ഇതിലെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാ, ബോർഡ് എവിടെന്നെങ്കിലും കിട്ടോ? തൽക്കാലം വൈകുന്നേരം വരെ കൊണ്ടുവരാൻ നേരെ നിക്കാൻ നേരില്ലല്ലോ. എക്സ്റ്റൻഷനോ? അതിപ്പോ അവിടെ തന്നെ മൂപ്പർക്ക് നിന്നിട്ട് പണിയെടുക്കല്ല സുഖം. ഇവിടെ തന്നെ നിന്നിട്ട് മൂപ്പർക്ക് കെട്ടാണ് സുഖം. അപ്പൊ കെട്ടാൻ ആള് വരുന്നുണ്ടെന്ന് പറഞ്ഞേ? പറഞ്ഞത് എവിടെന്നാ വരുന്നത്? ഇത് കണ്ടോ, ഇതിന്റെ വർക്കിംഗ് കണ്ടോ? ഇതിന്റെ വർക്കിങ്ങിന്റെ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. എയർ പുറത്തേക്ക് പോയിട്ട് വേണ്ട. ഇത് ഫുള്ളായി. ഇനിയിപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. ഇത് താന്നു പോകും. ഇപ്പോൾ അത് നമ്മൾ നടുവിന് ബാലൻസ് ആയിട്ട് കിട്ടുന്ന രീതി കണ്ടോ, അത് താന്നുപോയി. കണ്ടോ, അത് താന്നുപോയി. നടുവിന് ബാലൻസ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബാലൻസ് കിട്ടുന്ന രീതിക്കാണ് ഇതിന്റെ എല്ലാ സെറ്റപ്പുകളും ഉള്ളത്. ഇത് നല്ല ടൈറ്റാണ് കേട്ടോ. കണ്ടോ, നല്ല ടൈറ്റാണ്. പക്ഷെ ഇത് വെച്ചാൽ നേരെ താന്നുപോയി. അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ബ്ലഡ് സോറ് കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐറ്റം യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അത് നടക്കട്ടെ. അമ്മച്ചി എപ്പോഴും എത്താന്ന് പറഞ്ഞേ? 7:45 അവിടെ എത്തണം എന്നല്ലേ? 7:45 അവിടെ എത്തണം എന്ന് സാറ് പറഞ്ഞാൽ എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്താ ചെയ്യല്ലേ, ഓരോ ഇടങ്ങാറുകളും മുസീബത്തുകളും വരുന്നതാണ്. അപ്പോൾ എന്തായാലും
പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും കേട്ടല്ലോ അല്ലേ. നമുക്ക് തീരെ എന്താ പറയാ ആ ഒരു പെയിന്, വേദന, എല്ല് പൊട്ടിയതിന്റെ വേദന നല്ലോണം ഉണ്ട്. അതാണ് ഈ ഷോൾഡറിന്റെ എല്ലിനും പൊട്ടുണ്ട്, നട്ടിലുണ്ട്, സൈഡ് തൊടന്റെ മുകളിലാണ്. ഈ നമ്മൾ ഈ ഒരു ഏപ്പ് ഉണ്ടല്ലോ, ഈ ഏപ്പിലും ഉമ്മാക്ക് പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ കാലിന്റെ മുട്ടും, അത് ഈ രണ്ട് സൈഡും കുത്തി വീണതുകൊണ്ടും, പിന്നെ ഇപ്പോ പ്രായം ഏകദേശം 86-87 ആയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഉമ്മാക്ക് ഓൾറെഡി ഉണ്ട്. അപ്പൊ അത് കാരണവും ആണ് എന്തായത് പെട്ടെന്ന് തന്നെ ഫ്രാക്ചർ സംഭവിച്ച്. കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് എന്തായാലും വേഗം റെഡി ആയി കിട്ടട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരെ വർക്കിന് ഇറങ്ങിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ വന്ന മൂപ്പര് കെട്ടിച്ച് ആ കെട്ട് കഴിഞ്ഞിട്ട് മൂപ്പര് പോയതിന് ശേഷം അറിയുള്ളൂ ഇനിയിപ്പോൾ എത്ര ദിവസം കിടക്കേണ്ടി വരും. എന്തായാലും എനിക്ക് തോന്നുന്നത് എന്തായാലും 2 മാസമെങ്കിലും മിനിമം എല്ല് കൂടി കിട്ടാൻ വേണ്ടി കിടക്കേണ്ടി വരും. എനിക്കാണെങ്കിൽ ഉറക്കത്തിന്റെ ക്ഷീണം നല്ലോണം ഉണ്ടല്ലോ. എനിക്ക് നല്ല രാത്രി തീരെ ഉറങ്ങാൻ പറ്റിക്കില്ലേനു. ഭയങ്കര ഇടങ്ങാറായിരുന്നു. രാത്രിക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്ന് കിടക്കാന്നല്ലാണ്ട് ഉറക്കം അങ്ങോട്ട് വരുന്നില്ലേനു. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നല്ലോണം ഉണ്ട്. ഉറക്ക ക്ഷീണം നല്ലോണം ഉണ്ട്. അതിന്റെ ഒരു ഇതും കണ്ടിൽ കാണാണ്ടാവും, ഒരു ചുവപ്പ് കളറ് കണ്ട് ഇങ്ങനെ വര കെട്ടി പോലെ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇനിയിപ്പോ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. പിന്നെ മോനും ഇപ്പൊ അവിടെയാണല്ലോ ഉള്ളത്. ഒരു മിന്നു പറ്റുന്ന പോലെ എനിക്ക് മതി, പറ്റുന്ന പോലെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്, ഒരു വീഡിയോ എടുക്കട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വല്യമ്മന്റെ വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത ശേഷം അറിയിക്കാം. ഇനിയിപ്പോ ഇന്ന് വന്ന് കെട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാം അല്ലമ്മ, അറിയായിരിക്കും. അപ്പൊ എക്സ്റേയിലും കാര്യങ്ങളിലൊക്കെ കാണിക്കുന്നതൊക്കെ ഫ്രാക്ചർ ഉള്ളതുപോലെ തന്നെയാണ് കാണിക്കുന്നത്. ഡോക്ടറും ഫ്രാക്ചർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ആണോ എന്താ ചെയ്യാ. അപ്പൊ ഓരോ എന്തായാലും ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. വരാനുള്ളത് വജ്ജമ തങ്ങൂല. അത് പെട്ടിയോട്ടച്ച വിളിച്ചിട്ടായാലും പുരയ്ക്ക് വരും. അത് അങ്ങനെയാണ് അതിന്റെ കണക്ക്. നമ്മളിപ്പോ എന്തെന്നെ നോക്കിയിട്ട് എങ്ങനെയൊക്കെ നോക്കിയിട്ടും കാര്യമില്ല. അപ്പൊ എനിക്കായാലും ഇനിയിപ്പോ നമ്മളെ വീഡിയോ കാണുന്ന വ്യൂസിനായാലും ആർക്കായാലും അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ എത്ര തട്ടി നീക്കാൻ നോക്കിയാലും അത് പിന്നെയും നമ്മളെ തേടി തന്നെ വരും. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ വൈകിട്ട് വന്നതിന് ശേഷം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും. എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ, ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. വേദന കുറയാൻ വേണ്ടിയിട്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്.